രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊണ്ടൊന്നും വേണ്ട അതിനെന്താ പിന്നെ ഒന്നതിനെ കുറിച്ച് മിണ്ടാതിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു സമയമാകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിന് മുമ്പ് ഇതങ്ങ് പുറത്തോട്ടങ്ങ് വന്നു. കൂടെ നിൽക്കുന്നവർക്കിട്ടെല്ലാം പണി കൊടുക്കുകയെന്നേ. ഞാൻ പറഞ്ഞില്ലേ, മുതിർന്ന നേതാക്കന്മാരെ ബഹുമാനിക്കത്തില്ല. ഇപ്പൊ തന്നെ അവന്റെ ചാറ്റ് എന്തോ കിടക്കുന്നത്. ആ ചാറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, പീഡിഗ്രി പ്രായത്തിലുള്ള പിള്ളേരെങ്കിലും പറയുമോ? ശരിക്കുള്ള പൂരത്തിലോട്ട് ഈ കാര്യങ്ങൾ എത്തിയാൽ കോൺഗ്രസിന്റെ സാധ്യതയില്ലാതാവുന്നത്. ഏറ്റവും വൃത്തികെട്ടവൻ ഇവനാണ്. കഴിവ് കെട്ടവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനാണോ ഷാഫിയാണോ എന്നുള്ളത് നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കേണ്ടി വരും. രണ്ടുപേരും ഈക്കല. രാജനണ്ണ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഈ അണ്ണംവിളി പിന്നെ എന്നെ ഇതിനു മുമ്പ് ഇപ്പം അടുത്ത് വിളിച്ചത് നമ്മളെ മറുനാടൻ ഷാജൻ സ്കറിയ ചേട്ടനാണ്. ഷാജൻ ചേട്ടൻ, രാജണ്ണ എന്താ തെളിവൊന്നും എന്താ പുറത്തു വിടാത്തെ? എന്താ രാജണ്ണ അത് മുക്കിയോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊണ്ടൊന്നും വേണ്ട അതിനെന്താ പിന്നെ ഒന്നതിനെ കുറിച്ച് മിണ്ടാതിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു സമയമാകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിന് മുമ്പ് ഇതങ്ങ് പുറത്തോട്ടങ്ങ് വന്നു പോയി സാധനം എന്നുള്ളത്. അപ്പൊ ഇതിനകത്തിപ്പം ഹണി ഭാസ്കറിന്റെ റൈറ്റപ്പ് വന്നു. ഹണിയുമായിട്ട് എനിക്ക് ഏകദേശം ഒരു 15 വർഷത്തെ ബന്ധമുണ്ട്. ഹണി ഭാസ്കരനുമായിട്ട് വളരെ അടുത്ത നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ വിളിക്കലോ ഒന്നുമില്ല. ഇന്ന് വാട്സപ്പിൽ ഞങ്ങൾ ചാറ്റ് ചെയ്തിരുന്നു. ഹണി ഇത്തരം വിഷയങ്ങൾക്കകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്ന ഒരാളാണ്. ഹണി നുണ പറയുന്നൊരു പെൺകുട്ടിയല്ല. അത് മാത്രമല്ല ഭയങ്കര ബോൾഡാണ്. ഫൈറ്റ് ചെയ്താണ്, ഒറ്റയ്ക്ക് വടി വന്നവളാണ്. അപ്പം ഹണി ഭാസ്കരൻ പറയുന്ന കാര്യം 100% എന്നെ സംബന്ധിച്ചിടത്തോളം ക്രെഡിബിളാണ്. എനിക്ക് ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും ആ കാര്യത്തിനകത്ത്. ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഷാജൻ സ്കറിയ ചേട്ടൻ പോലും സംഭവം എന്താണെന്ന് വെച്ചാൽ രാഹുലിനെ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയതാണ്. രാഹുലിൻ്റെ ഈ പതനത്തിനകത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഷാജൻ ചേട്ടനും കൂടിയാണ്. കാരണം ഇവൻ്റെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ മുഴുവൻ മുഴുവൻ കോൺഗ്രസ്സുകാരാണ് വിളിക്കുന്നത്. ഷാജൻ ചേട്ടൻ ഇതിനകത്ത് ഇത് വൈറ്റ് സൺ TV ന്യൂസിന് നമ്മുടെ കയ്യിൽ ഈ തെളിവ് ലഭിക്കുന്നത് ഏറ്റവും ആദ്യം ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ് എത്തുന്നത് നമ്മളിലായിരിക്കാം. അതെ അതെ എന്നെ കരുതുന്നു. ഇതിനു മുമ്പ് ആരുടെയെങ്കിലും കൈകളിലൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ ഈ വാർത്ത പുറത്തേക്ക് വിടുന്നത് ആദ്യം പറയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ പുറത്തേക്ക് പറയുന്ന സമയത്ത് പല ആളുകളും പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള പ്രഷറുകൾ ഉണ്ടായി. എന്തിനേറെ പറയുന്നു, നമ്മുടെ ചാനൽ പോലും ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അതുകൊണ്ട് വളരെ മോശം ഒരു മാധ്യമ പ്രവർത്തകയാണ്. എനിക്ക് അറിയുക പോലും ചെയ്യാത്ത ഒരു മാധ്യമ പ്രവർത്തകയാണ്. 10-30 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ടെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഞാൻ അവരെ കുറിച്ച് അറിഞ്ഞ് അവർ വളരെ ബോൾഡായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ്. അവരെ കൊണ്ട് നമുക്കെതിരെ കേസ് കൊടുപ്പിച്ചു. ആ കേസ് വന്നിരുന്ന 2 ദിവസം മുമ്പാണ് എന്നൊരു കാര്യം കൂടി ഉണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് ആ കേസിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള ഇൻസ്പിറേഷനോ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അതിനകത്ത് രാഹുൽ ശ്രദ്ധിച്ചൊരു കാര്യം, രാഹുലിന്റെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് 2 മാസം മുമ്പാണ് സിബി ഞാനും കൂടി ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവരെനിക്കെതിരെ വേണ്ടാത്തൊരു ആരോപണം നടത്തിയപ്പോൾ ഞാൻ എന്താ ചെയ്തത്, 2022 ഞാൻ ഇവൻ കോടിയാണ് എന്ന് ഞാൻ പറഞ്ഞു. കോടിയാണെന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അന്ന് രാഹുലുമായിട്ട് എനിക്ക് ബന്ധമില്ല. രാഹുലിൻ്റെ കസിൻ്റെ ആയിട്ടുള്ള പിന്നെ അമ്മയുടെ മോനോ ആയിട്ടുള്ള ഗോവിന്ദൻകുട്ടിയുടെ ചാനലല്ല ചെയ്യുന്നത്. അപ്പോൾ ഗോവിന്ദൻകുട്ടിയെ രാഹുൽ ഇങ്ങനെ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ ഒഴിവാക്കണം എന്നുള്ളപ്പോൾ ഗോവിന്ദൻകുട്ടി പറഞ്ഞു പുള്ളിയുടെ ഒഴിവാക്കിയപ്പോൾ നാളെ തൊട്ട് പുള്ളി വരത്തില്ല. എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് അങ്ങനെ എൻ്റെ എന്നോട് പറയാതെ ഒഴിവാക്കിയാൽ അപ്പോൾ നിങ്ങൾ നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പരിചയപ്പെടുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അന്ന് യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടില്ല. ചാനൽ ചർച്ചയ്ക്കകത്തെ ഒരു താരം മാത്രമാണ്. അതിപ്പോൾ സന്ദീപ് വാചസ്പതിയോടും സന്ദീപ് വാര്യരോടും പിന്നെ ഒക്കെ ഉള്ള പോലെയുള്ള സൗഹൃദം മാത്രമാണ്. അവരോടുള്ള സൗഹൃദം പോലും ഒന്നും രാഹുലിനോടില്ല. അങ്ങനെ വിളിച്ച് പരിചയപ്പെട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാജൻ ചേട്ടൻ എന്തൊക്കെയാണെന്നൊക്കെ പറയും, അങ്ങോട്ടും പറയും, കാര്യങ്ങൾ പറയും. അവൻ എല്ലാവരെയും സ്വന്തം നല്ലതിനെ പോലും പേടിയാണ്. ഞാൻ ഓപ്പണായിട്ട് പറയാറുള്ളത്. അവനടുത്ത് യൂസ് ചെയ്ത എന്തോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ ഇടയ്ക്ക് ഒരു അഹങ്കാരം പാലക്കാട് പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഞാൻ പറഞ്ഞു, നീ ആറന്മുള നിൽക്കുക നല്ലതെന്ന് വരെ പറഞ്ഞതാണ്. അപ്പോൾ പോലും ഞാൻ വെൽവിഷറായിട്ടാണ് നിൽക്കുന്നത്. പാലക്കാടത്തെ ഇലക്ഷൻ്റെ ശേഷം പിന്നെ ഇവിടെ സ്വഭാവത്തിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചെറുതായിട്ട് കൊട്ടു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ടെന്ന് ഞെട്ടിക്കുക തന്നെ. ഞാൻ പറഞ്ഞു നീ എടുത്ത് റിലീസ് ചെയ്യാൻ പറഞ്ഞു. എനിക്കെന്തുവാ ഞാൻ പറഞ്ഞു തന്നെ ഇനിയും പറയും. പക്ഷേ അപ്പോഴൊന്നും ഞാൻ കോടിയെന്ന് പറഞ്ഞില്ല. പിന്നെ ഇത് പറയുന്ന അവന്മാർ തനി വൃത്തികെട്ട പ്രചരണം അവരുടെ പിന്നെ ബിനാമിയായിട്ടുള്ള അപ്പയ്യൻ ഇപ്പം എന്നോട് പറയുന്നത് ഞാൻ ബിനാമിയല്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവനോട് വളരെ ഡീസൻ്റായിട്ട് ഇപ്പം പെരുമാറുന്നത്. പക്ഷേ എന്തായാലും ഇവർ തമ്മിൽ നല്ല ബന്ധമാണ്. കാരണം അങ്ങനെ വന്ന സമയത്താണ് അവരുടെ ഗ്രൂപ്പുകളിൽ കറങ്ങി കളിച്ച പോസ്റ്റ് കോൺഗ്രസ്സുകാരൻ എനിക്ക് അയച്ചു തന്നു. കോൺഗ്രസ്സുകാരൻ അയച്ചു തന്നപ്പോൾ ഞാൻ സിബിയോട് ഞാൻ വിളിച്ച് പറയല്ലേ ഇത് എനിക്ക് ഇന്ന് തന്നെ മറുപടി കൊടുക്കണമെന്ന്. അന്നാണ് ഇതേ കസേരയിൽ ഇരുന്നിട്ട് സിബി അതേ കസേരയിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞത് അവൻ കോഴിയാണ്, അവൻ ഭൂലോക കോഴിയാണ്, പിന്നെ കോഴിത്തരം നല്ലോണം കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ റീൽസ് വിട്ടതാ. സ്റ്റഫ് ഉണ്ടായിരുന്നു. നമ്മളത് തമ്മിൽ പരസ്പരം അതിന് മുമ്പുള്ള ദിവസങ്ങൾ അത് ഡിസ്കസ് ചെയ്തിട്ട് വേണ്ട അത് നമുക്ക് എത്രത്തോളം ഇതാകും ചാനലിന്റെ റീച്ച് നോക്കി നമ്മൾ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാമ്പ്യന്മാരായ നമ്മൾ അതിനകത്ത് ചിന്തിച്ചെന്താ, ഒന്ന് വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാര്
അവര് മിസ്റ്റേക്ക് തിരുത്തി പോവുകയാണെങ്കിൽ പോട്ടെ. ഇത് കൂടെ നിൽക്കുന്നവർക്കിട്ടെല്ലാം പണി കൊടുക്കുകയെന്നേ. ഞാൻ പറഞ്ഞില്ലേ, മുതിർന്ന നേതാക്കന്മാരെ ബഹുമാനിക്കത്തില്ല. ഇന്ന് പത്രസമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ VD സതീശൻ ഇവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് കാണിക്കുന്നതേ, മുതിർന്ന നേതാക്കന്മാരെ ബഹുമാനിക്കാത്ത മറ്റവൻ ഇവന്റെ കൂടെ കൂടിയിട്ട് നാശമായി. മറ്റവന്റെ ചില വീക്ക്നെസ് ആണ് ഇവൻ ഉപയോഗിച്ചത്, ദൗർബല്യങ്ങൾ. ഈ KPCC യോഗത്തിൽ വെച്ചിട്ട് VM സുധീരൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് ഫോൺ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം രാഹുലിനോട് ചോദിച്ചിട്ടുണ്ട്, ഒരു മീറ്റിംഗ് നടക്കുകയില്ല, അപ്പോഴെങ്കിലും ഫോണൊന്ന് മാറ്റിവെച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തോട് പോലും കയർത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം. അല്ല, അത് കാര്യമാണെന്നേ. ഇവൻ ഈ സൊള്ളണ്ടേന്നേ. ഇപ്പൊ തന്നെ അവന്റെ ചാറ്റ് എന്തോ കിടക്കുന്നത്. ആ ചാറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, പീഡിയിൽ പ്രായത്തിലുള്ള പിള്ളേരെങ്കിലും പറയുമോ കുഞ്ഞനിയന്റെ കുഞ്ഞു തമാശ എന്ന് അവർ പറയുമ്പം ഇവൻ പറയാ, അയ്യേ ഞാനെങ്ങും അനിയനൊന്നും അല്ല, എന്നെ അനിയനായിട്ട് ബ്രദറായിട്ട് കാണണ്ടെന്ന്. അപ്പോൾ അവർ പറയാ, നോ നീ കുഞ്ഞനിയനാണ്. അപ്പം ഇവൻ ഒരു മെസ്സേജ് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, മൈ ബ്രദർ ഇൻ പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിലെ എൻ്റെ സഹോദരൻ. അവൻ തിരിച്ചു പറയാണ്, മിസ്യൂസ് ചെയ്യരുത് എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ ഇവൻ അത് പിന്നെ ഗ്ലാമറുള്ള എല്ലാവരുടെയും ആശങ്കയാണല്ലോ, സൂചിപ്പിക്കുക. അത് മൊത്തം വായിച്ച് അവ എന്ത് ഗ്ലാമർ എന്ന് ആ സ്ത്രീ തിരിച്ചു ചോദിക്കുക. അപ്പൊ അവരുടെ ഫോട്ടോയും ഉണ്ട്. അപ്പൊ ഇവൻ പറയാ, ജാടക്കാരി, സൗന്ദര്യം ഉള്ളതിന്റെ ജാട. ഇതൊന്നും അല്ല ചാറ്റ്, ഇതിന്റെയൊക്കെ അല്ല, ഇതൊക്കെ അപ്പുറത്ത്. ഞാൻ പറഞ്ഞല്ലോ, സിബി എനിക്ക് കാണിച്ചു തന്നല്ലോ സാധനങ്ങളെല്ലാം മൊത്തം അതിന്റെ പ്രിന്റ് ഔട്ട് തന്നെ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തന്നല്ലോ. അപ്പം പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള കേസുകൾ പൂരം തുടങ്ങാൻ പോകുന്നതല്ലേ. പക്ഷേ ഇതിങ്ങനെ അവസാനിച്ചു പോയത് നല്ലതാണ്. അതെങ്ങനെ അവസാനിക്കുന്നത്? അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും കാരണം വരുന്നെങ്കിൽ ബാക്കിയുള്ളവരെ കേസോ? അതിനു മുമ്പ് ഇവന് ഈ പിള്ളേരെല്ലാം സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ IMF പോയിട്ട് ലോൺ കിട്ടേണ്ടി വരും. IMF വ്യക്തികൾക്ക് ലോൺ കൊടുക്കത്തില്ല, രാജ്യങ്ങൾക്ക് മാത്രമേ ലോൺ കൊടുക്കത്തുള്ളൂ. അല്ലാതെ ഇവനെ കൊണ്ട് ഈ കട്ടുണ്ടാക്കിയ പൈസയ്ക്കും പാവം വയനാട്ടുകാർക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവൻ മരുന്ന് ഗൾഫിൽ നിന്ന് ഡയറക്റ്റ് ക്യാഷ് മേടിച്ചെന്നേ. അക്കൗണ്ടിൽ വന്ന പൈസ മാത്രമേ കണക്കി കാണിച്ചിട്ടുള്ളൂ. ഇവനും ഇവന്റെ പിന്നെ മറ്റവനും കൂടെ അനിയൻ ബാവയും ചേട്ടൻ ബാവയും ഒന്നുമല്ല, അത് വേറെ ബന്ധമാണ് രണ്ടുപേരും തമ്മിലുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ക്യാഷ് പിരിക്കാൻ ഇവരെ ആരെ ഏൽപ്പിച്ച്? നിലമ്പൂർ ബൈ ഇലക്ഷന് ക്യാഷ് പിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സണ്ണി ജോസഫ് പിരിക്കണം, അല്ലെങ്കിൽ അടൂർ പ്രകാശ് പിരിക്കണം, അല്ലെങ്കിൽ കെ സുധാകരൻ പിരിക്കണം, അല്ലെങ്കിൽ ഓഫീസിന്റെ ചുമതല ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് പിന്നെ ജ്യോതികുമാർ ചാമക്കാലയാണ് കൺട്രോൾ ചെയ്തത്, ജ്യോതികുമാർ വിധിക്കണം. ഇവരെ ആരെ ചുമതലപ്പെടുത്തിയേ? ഗൾഫിലുള്ള ബന്ധങ്ങളെല്ലാം വെച്ചിട്ട് തെരഞ്ഞെടുപ്പിനാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 1 ലക്ഷം 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഇടുക. അത് പിന്നെ ഇവർ ക്യാഷായിട്ട് പുറത്തോട്ട് മാറ്റുക. ഈ പണി 2 ചെയ്തത്. ആ പാവം PK ഫിറോസുള്ള അതിനകത്ത് വിട്ടുപോയി, നടക്കെടുത്ത് പോയി. ഞാൻ പറയുന്ന ഇവന്മാർ ശാപങ്ങളാണ്. ഒരു കാറിനകത്ത് ഒരുമിച്ചിരിക്കുമ്പോഴാണ് പറയുന്നത്, അടുത്ത മന്ത്രിയായിട്ടോ നമ്മുടെ. അപ്പോൾ പിന്നെ ഇവൻ പറയുകയാണ്, ഷാഫി പറയുക അടുത്ത മന്ത്രിയാണ്. ഇപ്പം ഇവൻ പറയുക, ഇപ്പം ചുമ്മാ സൂപ്പിക്കല്ലേ ഷാഫിക്ക, വെറുതെ നടക്കാത്ത കാര്യം പറയല്ലേ. അതൊക്കെ ഇപ്പം ഞാൻ വിചാരിച്ചാൽ നടക്കും, നിന്നെ ഞാൻ മന്ത്രിയാക്കുമെന്ന് പറയുന്നത്. രണ്ടുപേർക്കും കൂടെ വകുപ്പ് കരിക്കാൻ കക്കാമെന്ന് കരുതിയേ. ഇനിയിപ്പം മന്ത്രി പോയിട്ട് MLA ആവത്തില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നാണം കെട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്ന ആദ്യത്തെ പ്രസിഡന്റാ. ആരൊക്കെ ഇരുന്ന കസേരയാ? KSUവിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ DYFIയുടെയോ SFIയുടെയോ യുവമോർച്ചയുടെയോ യൂത്ത് ലീഗിൻ്റെയോ MSFിൻ്റെയോ അതിൻ്റെ സംസ്ഥാനത്തെ പരമോന്നത നേതാക്കന്മാരാരും ഇങ്ങനെ നാണം കെട്ട് രാജിവെച്ച് പോകേണ്ടി വന്നിട്ടില്ല. അതും പെണ്ണ് കേസിൽ. അത് ഒരു പെണ്ണാണോ? ഈ ഭൂലോക കോഴി എന്ന് ഞാൻ പറഞ്ഞത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പറഞ്ഞതാ. കോഴിത്തരവല്ലേ കയ്യിലുള്ളൂ. വീണ്ടും പറയുന്നു, ആവർത്തിച്ച് പറയുന്നു, കോഴിത്തരവല്ലേ. ഹണി ഭാസ്കരൻ പറഞ്ഞെന്താ? ഇല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നാണ് വെല്ലുവിളിച്ച്. ഇവൻ പറയുന്നത് സിനിമാ നടി ആയിട്ടുള്ള അവര് എൻ്റെ അടുത്ത സുഹൃത്ത് എൻ്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന്. കാരണം ഇവൻ ഈ ഷെയ്ഡുള്ള ഭാഗത്ത് ഇരുന്നിട്ട് ചെയ്യും. അങ്ങനെയുള്ള ചില വിളവന്മാരുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാതിക്കാരി ഉണ്ടാവില്ല, വരില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസമാണ് ഇന്നിവിടെ തകർന്നു വീണിട്ടുള്ളത്. ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പത്രസമ്മേളനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ആരാണ് പരാതിക്കാരി? അതിനുശേഷം പിന്നീട് പറയുന്ന AK ശശീന്ദ്രൻ്റെ പെണ്ണ് കേസുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ പിന്നീട് വേറെ CPMനകത്തും മറ്റു പാർട്ടികളിലൊക്കെ നടന്നിട്ടുള്ള പെണ്ണ് കേസുകളെ കുറിച്ചാണ് പറയുന്നത്. മുകേഷിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതിലൊക്കെ എന്ത് കാര്യമുണ്ടെന്ന്? കാരണം അതുപോലെ തന്നെയാണ് ഇവനെങ്കിൽ പിന്നെ എന്തിനാണ് ഇവൻ ആ സ്ഥാനത്തിരിക്കുന്നത്? എന്താ വ്യത്യാസം എന്താ ഉള്ളത്? ഇവൻ അവരെ കൂടെ കൂടിയിട്ട് അസോസിയേഷൻ ഉണ്ടാക്കും. അതായത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെയെങ്കിലുമൊക്കെ പെട്ടിപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ആളുകളെ ഈ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിലേക്ക് കെട്ടിയിറക്കും. അതിനുശേഷം അവർക്കൊക്കെ ഒരു നിയോജക മണ്ഡലം കൊടുത്ത് അവരെ അവിടെ നിന്ന് ഈ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ ഇവരൊക്കെ വിജയിപ്പിച്ച് വിട്ടതിന് ശേഷം ഇവർ കാണിക്കുന്ന ലീലാവിലാസങ്ങൾ ഇങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഒരിക്കലും ആര് വിളിച്ചാലും ഫോണിൽ കിട്ടാറില്ല. അതിന് കാരണം എന്താണ്? ഈ ചാറ്റിങ് കഴിഞ്ഞിട്ടല്ലേ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ. ഷാഫി അത് തന്നെയാ. ഞാൻ ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും? പ്രത്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ശരിക്കുള്ള പൂരത്തിലോട്ട് ഈ കാര്യങ്ങൾ എത്തിയാൽ എത്ര വേണ്ടെന്നൊക്കെ നമുക്ക് ആലോചിക്കാം അതിനെക്കുറിച്ചൊക്കെ. പക്ഷേ കോൺഗ്രസിന്റെ സാധ്യതയില്ലാതാവുന്ന
ഒന്നും പറഞ്ഞു പിടിച്ചിരിക്കാൻ പറ്റത്തില്ല സിബി. എന്ത് പറഞ്ഞു പിടിച്ചിരിക്കും? ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? പിന്നെ സതീശന് ഇവനിട്ട് പണി കൊടുക്കണമെന്നുണ്ട്, കെ സിക്കും ഉണ്ട്. പക്ഷെ സതീശൻ കൊടുത്താൽ ഇവർ കെ സിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്, കാരണം ഇവരെല്ലാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കൊപ്പായിട്ട് നിൽക്കുക. അതുകൊണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് സതീശന് മുൻകൈ എടുക്കാൻ വയ്യ. അപ്പോൾ ഇവർ കെ സിയായിട്ട് അസോസിയേറ്റ് ചെയ്യും. ഇവരുടെ കയ്യിൽ കുറച്ച് വിങ്ങുണ്ടല്ലോ. കെ സി ഇവർക്കെതിരെ നടപടി എടുക്കാൻ നിന്നാൽ സതീശനുമായിട്ട് ഇവർ അസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ കോൺഗ്രസിനകത്തുള്ള കൺഫ്യൂഷൻ അതാ. ഇവൻ എങ്ങനെ വന്നേ? JS അഖിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കണ്ടുവച്ചിരുന്നത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നില്ലെങ്കിൽ അഖിലായിരുന്നു ആകുക. അങ്ങനെയാണ് ധാരണയുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ഷാഫി കയറിയിട്ട് ഇവനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കൊണ്ടുവന്നതാ. ഷാഫി ഭയങ്കര ഹീറോ ആയിട്ട് അങ്ങ് നിൽക്കുകയായിരുന്നല്ലോ റീൽസ് ഇട്ടിട്ട്. ഇങ്ങനെയുള്ള വൃത്തികെട്ടവനെ കൂടെ കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ സമാന സ്വഭാവം ഉണ്ടായിട്ടാണല്ലോ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം JS അഖിലിനെ പോലെയൊക്കെയുള്ള മാന്യന്മാരായിട്ടുള്ള ശബരിനാഥൻ രാഷ്ട്രീയ പ്രവർത്തകർ, ജിൻഡോ ജോണ്, എന്തിനേറെ പറയുന്നത് ശബരിനാഥൻ, KM അഭിജിത്ത്, ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ള സമയത്താണ് ഇങ്ങനെയുള്ള വേണ്ട അബിൻ ബർക്കി ഇമ്മാതിരി കോപ്രായം കാണിക്കാൻ പോകുന്നില്ലല്ലോ. അതാലോചിക്കുക. വേണ്ട DYFയുടെ സനോജും വസീഫും ഇമ്മാതിരി കോപ്രായം കാണിക്കാൻ നിൽക്കുന്നുണ്ട്, വൃത്തികൾ കാണിക്കാൻ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ആക്ഷേപങ്ങൾ വരുന്നുണ്ടോ? കുറച്ച് അഗ്രസീവായിട്ട് സമരരംഗത്തൊക്കെ വരുമ്പോൾ വരുന്നല്ലാതെ ഈ ലൈംഗിക അരാജകത്വം ബാധിച്ചിട്ടുള്ള ആളുകൾ ചാറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചാറ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ 35 വയസ്സ് ഒന്നും വേണ്ട സിബി. ഇതിനകത്ത് ബാക്കിയൊന്നും ആലോചിക്കുക. സൗന്ദര്യം ഉള്ളതിന്റെ ജാട. അപ്പൊ ആ പെണ്ണ് പറയാണ് അയ്യേ. അപ്പൊ ഇവൻ പറയാ എന്തയ്യേ, ഞാൻ വൃത്തികളൊന്നും പറഞ്ഞില്ലല്ലോ, അതാ ജാട. സുന്ദരിമാരെല്ലാം ഇങ്ങനെ ജാട, ഭയങ്കര ജാടയാണ്. സുന്ദരിയ നാലുവട്ടം പറയുമ്പോൾ അങ്ങ് വീഴുമെന്ന് ഇവൻ കരുതി. ഇവൻ ആള് മാറിപ്പോയി, അതാ പറ്റിപ്പോയെ. ആ കെണി വീണ കുറെ പിള്ളേരുണ്ട്. എല്ലാരും കരുതുന്നത് എന്നോട് പ്രണയമാന്നാ. ഇവന് പ്രണയമല്ല എന്നുള്ളതാ പിന്നെ മനസ്സിലാക്കുന്നത്. നാഷണൽ മീഡിയയിലൊക്കെ അഹങ്കാരത്തിന്റെ അങ്ങേ തലക്കിലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന, PT തോമസ്, അങ്ങനെ എത്രയോ പേര് കടന്നു വന്ന ഒരു സംഘടന, തിരുവഞ്ചൂർ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നു എനിക്ക് തോന്നുന്നു. ഇവരെല്ലാം KSU യൂത്ത് കോൺഗ്രസിലൂടെ പറയുന്നത്. KC വേണുഗോപാൽ എന്ന് പറയുന്ന ദേശീയ ജനറൽ സെക്രട്ടറി, അതായത് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഒക്കെ ഇരുന്ന് പോയ പോസ്റ്റാണ് രമേശ് ചെന്നിത്തല ഇരുന്നിട്ടുള്ള പോസ്റ്റാണ്. അതുപോലെ എത്രയോ ആളുകൾ PT തോമസ് ഇരുന്നിട്ടുള്ള പോസ്റ്റാണിത്. ഇവരൊക്കെ PC വിശ്വനാഥ്, M ലിജു, T സിദ്ദിഖ് ഒക്കെ ഇരുന്ന കസേരയാണ്. അതിന് ശേഷമാണ് പിന്നെ ഇവന്റെ കാമുകം കയറിയിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെങ്കിൽ ഈ പക്വതയില്ലാത്ത ഒരു പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഈ കക്ഷി തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു. ഈ യൂത്ത് കോൺഗ്രസിന്റെ എന്നല്ല, കേരളത്തിലെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ തലപ്പത്ത് വന്ന ഏറ്റവും വൃത്തികെട്ടവൻ, വിവരമില്ലാത്തവനാണെന്ന് ഞാൻ പറയുന്നില്ല, അതിബുദ്ധി കൂടിയിട്ടാ, കുരുട്ടുബുദ്ധിയാ. ഏറ്റവും വൃത്തികെട്ടവൻ ഇവനാണ്. കഴിവ് കെട്ടവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനാണോ ഷാഫിയാണോ എന്നുള്ളത് നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കേണ്ടി വരും. രണ്ടുപേരും ഈക്കല.